എന്റെ കുഞ്ഞിനെ പിടിച്ച് വീടിന് പുറത്താക്കാൻ കൂട്ടുനിന്ന നിന്നെയും നിന്റെ മകനെയും ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കട്ടെ. കാണണോ നിനക്കത്? ഇതുവരെ നീ കണ്ട പാവം പിടിച്ച പത്മാവതി അല്ല ഞാൻ. ഇനിയും കളിച്ചാ കൊന്നുകളയും നിന്നെ ഞാൻ. എന്റെ മകള് പുറത്തു നിന്ന് മഴ നനയാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. അവളുടെ അച്ഛനത് വിനോദമാണെങ്കില് അവളെ പ്രസവിച്ച അമ്മയായ എനിക്ക് അത് നൊമ്പരോ? നിനക്ക് ഇതിനകത്തേക്ക് കയറി വരാനുള്ള അനുവാദം ആര് തന്നു ഞാൻ ചോദിച്ചത്? എന്റെ വീട്ടിലേക്ക് കയറി വരാൻ ഞാൻ ആരുടെ അനുവാദം ചോദിക്കേണ്ട? നിന്റെ വീടോ? ഏതു വകുപ്പിലാടി ഇത് നിന്റെ വീടാകുന്നേ? ഈ വീട് എന്റെ മകളുടെ പേരിലുള്ളതാ. പ്രതാപവർമ്മയും ഇത്തിക്കണികളായ നീയും നിന്റെ മകനും കൂടെ അനുഭവിച്ചു വരുന്ന മറ്റെല്ലാ സ്വത്തുക്കളും എന്റെയും കൂടി പേരിലുള്ളതാ. സംശയം ഉണ്ടെങ്കില് നീ നിന്റെ ആങ്ങളയോട് ചോദിച്ചു നോക്കടി. നിനക്ക് സംശയം കാണില്ല, കാരണം നീയാണല്ലോ ഈ മനുഷ്യനെ ഇങ്ങനെ ആക്കിയത്. എന്റെ മുത്തശ്ശൻ സൂര്യമംഗലത്ത് മഹാദേവവർമ്മയുടെ സ്വത്തുക്കളായതില്ല, അമ്മമ്മയും കൂടി ചേർന്ന് എഴുതി കൊടുത്തതാ. എന്റെ അമ്മയുടെ പേരിലും എന്റെ അച്ഛന്റെ പേരിലും. എന്റെ അമ്മയുടെയും എന്റെ അവകാശം കഴിഞ്ഞേ അച്ഛൻ ഈ സ്വത്തുക്കളിൽ അവകാശമുള്ളൂ. അച്ഛൻ അമ്മയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അച്ഛന് ഈ സ്വത്തിൽ അവകാശമില്ല. മനസ്സിലായോ അംബിക നിങ്ങൾക്ക്? എനിക്കിവിടെ കയറി വരാനുള്ള റൈറ്റ്സ് എന്താന്ന് ഇപ്പൊ അംബികയ്ക്ക് മനസ്സിലായല്ലോ. എന്റെ കുഞ്ഞിനെ പിടിച്ച് വീടിന് പുറത്താക്കാൻ കൂട്ടുനിന്ന നിന്നെയും നിന്റെ മകനെയും ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കട്ടെ. കാണണോ നിനക്കത്? പക്ഷേ പത്മാവതി അത് ചെയ്യില്ല. എന്റെ ജൻസ് വേറെയാ. നിന്നെപ്പോലെ സംസ്കാരം ഇല്ലാത്തവളല്ല ഞാൻ. ഞാൻ മഹാദേവവർമ്മയുടെയും സരസ്വതി വർമ്മയുടെയും മകളാ. കൊട്ടാരത്തിൽ ജനിച്ചാലും കുടിലിൽ ജനിച്ചാലും സംസ്കാരം ഉണ്ടാവണോടി. അത് നിനക്കില്ല. ഇദ്ദേഹത്തിന് അതൊരൽപ്പം കൂടിപ്പോയി. അതാണല്ലോ സംശയത്തിന്റെ പേരിൽ ഭാര്യ ഉപേക്ഷിച്ചത്. എനിക്ക് നിന്റെ കവലപ്രസവമൊന്നും കേൾക്കണ്ട. ഇറങ്ങി പോടി ഇവിടുന്ന്. അങ്ങനെ ഇറങ്ങിപ്പോകാനല്ല എന്റെ അമ്മ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഋതു, അച്ഛനോട് ധിക്കാരം പറയരുത്. ഞാൻ എന്റെ അച്ഛനോട് ധിക്കാരമല്ല കാണിക്കുന്നത്. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അതെന്റെ അമ്മയ്ക്കും ഇവർക്കും രാജുവിന് ചെറിയമ്മയ്ക്കും അറിയാം. എനിക്കിത് അസഹനീയമാണ്. നീ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോണം. എനിക്ക് നിന്നെ കാണുമ്പോ അറപ്പും വെറുപ്പുവാ. ഏട്ടാ, പത്മേടത്തിയോട് അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. ഈ ഒരു കാര്യത്തിൽ നിന്റെ അഡ്വൈസ് വേണ്ടെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവര് എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കല്ലേ ഏട്ടനെ. ഇവളെ ഇന്ന് ഞാൻ ദീപു വേണ്ട. നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുക, ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ? ഞാനിവിടെ താമസിക്കാൻ വന്നതൊന്നും അല്ല. ആ മോഹമൊക്കെ പത്മ പണ്ടേ ഉപേക്ഷിച്ചു. എന്റെ മകളെ നിങ്ങൾ പുറത്തിറക്കി വിട്ടു. അവള് പുറത്ത് മഴ നനയുന്നുണ്ടായിരുന്നു.
അവളോട് ഇത്ര ക്രൂരത കാണിക്കാൻ അവൾ എന്ത് തെറ്റാ ചെയ്തേ? അവളെ എന്ത് തെറ്റാ ചെയ്തേന്ന് നിനക്ക് അറിയണോ? അറിയണോടി? ഞാൻ നിന്നോടല്ല ചോദിച്ചത്. നീ മിണ്ടരുത്. നീയേ പണ്ടെന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു, അത് മറക്കരുത്. സൂര്യമംഗലത്തെ സ്വത്തെന്നൊക്കെ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ എന്റെ അധ്വാനം കൂടി ഇതിലില്ലേ? ആരത് നിഷേധിച്ചു അച്ഛാ? അച്ഛനോട് ഈ സ്വത്തെല്ലാം വിട്ടുതരണമെന്ന് അമ്മ പറഞ്ഞോ? ഈ സ്ത്രീ അമ്മയോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോഴാ അമ്മ സ്വത്തവകാശത്തെ പറ്റി പറഞ്ഞത്. വാടക വീടുകളിൽ മാറി മാറി താമസിച്ചിട്ടും അമ്മ അച്ഛനോടോ അമ്മമ്മയോടോ സ്വത്ത് ചോദിച്ചു വന്നോ? ഇല്ലല്ലോ. നിന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല, നിന്റെ മുഖത്ത് നോക്കുന്നത് പോലും എനിക്ക് അറപ്പാ. ഇവള് സ്വന്തം ഭർത്താവിനെ വരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇവളാണ് കള്ളക്കഥ ഉണ്ടാക്കി ഞാൻ മോശക്കാരിയാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. അത് തിരിച്ചറിയാനുള്ളൊരു കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ലാതായി പോയല്ലോ. അലക്കി വെളുപ്പിക്കാനൊന്നും നീ നോക്കണ്ട, അത് വെളുക്കില്ല. കറപുരണ്ട കഥകളാ, അതെനിക്ക് കേൾക്കണ്ട. ഒരു സാമൂഹ്യ പ്രവർത്തകന് വേണ്ട മിനിമം ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? കരുണയും സഹാനുഭൂതിയും സത്യസന്ധതയും ക്ഷമയും സഹിഷ്ണുതയും നീതിബോധവും പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാനുള്ള കഴിവും. മന്ത്രിയായിരുന്നപ്പോ പലവട്ടം നിങ്ങൾ ഈ കഴിവൊക്കെ തെളിയിച്ചിട്ടുള്ളതാണല്ലോ. പക്ഷേ ഈ പെങ്ങളോടുള്ള ഓവർ സെന്റിമെന്റ്സ് കൊണ്ട് കുടുംബജീവിതത്തിൽ അത് വേണ്ടെന്ന് വെച്ചു. ഇവള് നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്ന പിശാച പ്രതാപേട്ട. നല്ലവനും ശുദ്ധഗതിക്കാരനായ നിങ്ങൾ അത് തിരിച്ചറിയണം. ഞാൻ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടി പറഞ്ഞില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? അമ്മ അങ്ങനെ ഇറങ്ങാനല്ല ഇവിടേക്ക് വന്നത്. എങ്കി അമ്മയും മോളും കൂടെ ഇവിടെ നിന്നോ, ഞാൻ ഇറങ്ങിത്തരാം. ദൈവമേ, ചതിച്ചോ? വല്ല വാടക വീട്ടിൽ പോയി താമസിച്ചോളാം. ഇതിനേക്കാളും നല്ലത് അതാ. ഏയ് നിക്ക്, നീ നിക്ക് പ്രതാപ. എടാ, നീ എന്തിനാ ഇവിടുന്ന് ഇറങ്ങണം? ദേ, നിന്റെ വിയർപ്പിന്റെ വിലയാ ഇതെല്ലാം. ഇവിടുന്നേ ആരിറങ്ങണമെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം.